ഹായ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് രണ്ട് കൺഫ്യൂസ്ഡ് വേർഡ്സ് ആണ്, ഡ്യൂറിങ് ആൻഡ് വൈൽ. പല ആളുകൾക്കും ഡ്യൂറിങ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, അതിൻ്റെ മീനിങ് എന്താണ്, വൈൽ എവിടെയാണ്, ഇത് രണ്ടും തമ്മിലുള്ള എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നൊക്കെയുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. അത്തരക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ലെസൺ. ഈ രണ്ട് വാക്കുകളും മീനിങ് ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്, പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ ആ സെൻറ്റൻസിൻ്റെ ഘടനയിലുള്ള വ്യത്യാസമാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കൊച്ചു കൊച്ചു എക്സാമ്പിൾസിൽ കൂടി എന്താണ് അവ തമ്മിലുള്ള ആ ഘടനയിൽ, സെൻറ്റൻസിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഡ്യൂറിങ്. അതിൻ്റെ ഒരു മലയാളം ട്രാൻസ്ലേഷൻ പറയുകയാണെങ്കിൽ ആ സമയത്ത് എന്നാണ്. ഡ്യൂറിങ് ദ എക്സാം എന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ സമയത്ത്. ഡ്യൂറിങ് ദ മൂവി എന്ന് പറഞ്ഞാൽ മൂവിയുടെ സമയത്ത്. ഡ്യൂറിങ് ദ ക്രിക്കറ്റ് മാച്ചിൻ്റെ സമയത്ത്. ഓക്കെ, ഈ പറഞ്ഞ എക്സാമ്പിൾസിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡ്യൂറിങ് എന്ന് കഴിഞ്ഞ് വരുന്ന വാക്ക് ദി എക്സാം, ദ മൂവി, ദ ക്രിക്കറ്റ് മാച്ച് എന്നൊക്കെയല്ലേ, അതൊക്കെ നൗൺസ് ആണ്. അതുതന്നെയാണ് നമ്മൾ ആദ്യം ഓർമ്മിക്കേണ്ട ഒരു കാര്യം. ഡ്യൂറിങ് കഴിഞ്ഞാൽ വരുന്നത് ഒരു നൗൺ ആയിരിക്കും. ഡ്യൂറിങ് ദ മൂവി എന്ന് പറയുമ്പോൾ, മൂവി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതിന് ഒരു ടൈം പീരീഡ് ഉണ്ടാവും, അതിനൊരു ഡ്യൂറേഷൻ ഉണ്ട്, അതിനൊരു സ്റ്റാർട്ട് ഉണ്ട്, അതിനൊരു എൻഡിങ്ങും ഉണ്ട്. നമുക്കറിയാം ഒരു 2 hours അല്ലെങ്കിൽ 3 hours ഒക്കെ ഉണ്ടാവില്ലേ ഒരു മൂവി. ഡ്യൂറിങ് ദ മൂവി എന്ന് പറയുമ്പോൾ അപ്പോൾ എന്താണ് ശരിക്കും അതിനുകൊണ്ട് അർത്ഥമാക്കുന്നത്? ആ പീരീഡ് ഓഫ് ടൈം ആണ്. സം പീപ്പിൾ വേർ ടോക്കിംഗ് ഡ്യൂറിങ് ദ മൂവി. സം പീപ്പിൾ, കുറച്ച് ആളുകൾ, വേർ ടോക്കിംഗ്, സംസാരിക്കുകയായിരുന്നു, ഡ്യൂറിങ് ദ മൂവി, മൂവിയുടെ സമയത്ത്. എന്ന് പറഞ്ഞാൽ മൂവി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താവാം, ചിലപ്പോൾ അതിൻ്റെ മിഡിലാവാം, അതല്ലെങ്കിൽ എൻഡിലാവാം, അതല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കാവാം, എന്തും ആവാം. നമുക്ക് അതിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. 6 PM തുടങ്ങി 9 PM വരെയാണ് മൂവി എന്ന് കരുതുക, 3 hours. അപ്പോൾ ഈ 3 hours എപ്പോൾ വേണമെങ്കിലും ആവാം, ഇടയ്ക്കിടയ്ക്കാവാം, സ്റ്റാർട്ടിങ്ങിലാവാം, എൻഡിങ്ങിലാവാം, കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നിട്ടുണ്ടാവാം, എന്തുമാവാം, അതിനവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. ഡ്യൂറിങ് ദ മൂവി എന്ന് പറയുമ്പോൾ ആ മൂവിയുടെ സമയം എപ്പോഴാണോ, തുടക്കം എപ്പോഴാണോ, എൻഡ് എപ്പോഴാണോ, ആ ഒരു ടൈം പീരീഡിൽ കുറച്ചാളുകൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്നാണ് അതിന് അർത്ഥം. അവിടെ ആ ഡ്യൂറേഷൻ ഓഫ് ടൈമിനാണ് ഇമ്പോർട്ടൻസ്. അതുപോലെ തന്നെയാണ് ക്രിക്കറ്റ് മാച്ച് എന്ന് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞല്ലോ. ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തു, മോർണിംഗ് 10 o'clock സ്റ്റാർട്ട് ചെയ്തു, അത് എൻഡ് ചെയ്യുന്നത് വേണമെങ്കിൽ ഈവനിങ് 5 o'clock ഓക്കെ. അപ്പോൾ ഡ്യൂറിങ് ദ ക്രിക്കറ്റ് മാച്ച് എന്ന് പറയുമ്പോൾ ആ ടൈം തുടങ്ങുന്ന സമയം മുതൽ അവസാനിക്കുന്ന സമയം വരെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഡ്യൂറിങ് ദ ക്രിക്കറ്റ് മാച്ച് എന്നാണ് പറയുക. ഡോണ്ട് ഡിസ്റ്റർബ് ഹിം ഡ്യൂറിങ് ദ ക്രിക്കറ്റ് മാച്ച് എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് മാച്ച് ഏത് സമയം തുടങ്ങുന്നു, ഏത് സമയത്ത് അവസാനിക്കുന്നു, ആ സമയം വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ടൈമിൽ ഒരു സമയത്തും അവനെ ശല്യപ്പെടുത്തരുത് എന്നാണ് അതിനർത്ഥം. ഡോണ്ട് ഡിസ്റ്റർബ് ഹിം ഡ്യൂറിങ് ദ ക്രിക്കറ്റ് മാച്ച്. ഡ്യൂറിങ് എന്നത് പ്രിപ്പൊസിഷൻ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ്. ഇനി നമുക്ക് വൈൽ നോക്കാം. വൈൽ എന്നത് ഒരു കൺജങ്ഷൻ എന്ന വിഭാഗത്തിലാണ് പെടുന്നത്. വൈലിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലെസൺ നമ്മൾ ചെയ്തിട്ടുണ്ട്, ലെസൺ നമ്പർ 95. അതിൻ്റെ ആ ഒരു ലെസൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസിയർ ആവും വൈലിൻ്റെ യൂസ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന്. വൈൽ എന്നതിൻ്റെ മീനിങ് ഏതാണ്ട് ഇത് തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിനാണ് നമ്മൾ വൈൽ യൂസ് ചെയ്യുന്നത്. സം പീപ്പിൾ വേർ ടോക്കിംഗ് വൈൽ ഐ വാസ് വാച്ചിങ് ദ മൂവി. ഞാൻ മൂവി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ്. അതാണ് വൈലിൻ്റെ ഉപയോഗം. രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നു. അതിൻ്റെ ഘടനയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് വൈൽ ഐ വാസ് വാച്ചിങ് എന്നാണ് ഉപയോഗിച്ചത്. വൈൽ കഴിഞ്ഞിട്ട് വന്നത് ഐ എന്നത് ഞാൻ, സബ്ജക്റ്റാണ്. അത് കഴിഞ്ഞിട്ട് വെർബ് ഐ വാസ് വാച്ചിങ്, വെർബ് പ്ലസ് ING ഫോം, വാച്ച് പ്ലസ് ING വാച്ചിങ്. വൈൽ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് ING ഫോം ഓഫ് ദി വെർബ്. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. ഡ്യൂറിങ് ദ മൂവി എന്നാണ് പറയുന്നത്. വൈൽ ദ മൂവി എന്ന് പറഞ്ഞാൽ അത് റോങ് ആണ്. ഇനി ഡ്യൂറിങ് ഐ വാസ് വാച്ചിങ് ദ മൂവി എന്ന് പറഞ്ഞാൽ അത് റോങ് സെൻറ്റൻസ് ആണ്. വൈൽ ഐ വാസ് വാച്ചിങ് ദ മൂവി എന്നാണ് പറയേണ്ടത്. അവിടെ വൈലാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഒരു 3 exercises നോക്കാം. ഫസ്റ്റ് വൺ, ഐ മെറ്റ് ഹിം blank
ഐ വാസ് ഗോയിങ് ടു ദ മാർക്കറ്റ്. അവിടെ ആ ബ്ലാങ്ക് സ്പേസിൽ ഉപയോഗിക്കേണ്ടത് വൈൽ ആണോ ഡ്യൂറിങ് ആണോ എന്ന് എങ്ങനെ അറിയും? ആ ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞിട്ട് വന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക. ഐ വാസ് ഗോയിങ് എന്നാണ്. അവിടെ സബ്ജക്റ്റും വെർബുമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഉപയോഗിക്കേണ്ടത് വൈൽ എന്നാണ്. ഞാൻ മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് അവനെ കണ്ടുമുട്ടി എന്നാണ്. സെക്കൻഡ് വൺ, ഹീ റെഡ് എ ലോട്ട് ബ്ലാങ്ക് സമ്മർ. അവൻ ഒരുപാട് വായിച്ചു. അത് കഴിഞ്ഞ് ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് സമ്മർ. സമ്മറിൻ്റെ സമയത്ത് സമ്മർ സീസൺ. അവിടെ സമ്മർ എന്നത് നൗൺ ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത് ഡ്യൂറിങ് ദ സമ്മർ. നെക്സ്റ്റ് വൺ, സ്വിച്ച് ഓഫ് യുവർ സെൽ ഫോൺസ് ബ്ലാങ്ക് ദ പ്ലെയിൻ ഈസ് ടേക്കിംഗ് ഓഫ്. പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് സെൽ ഫോൺസ് സ്വിച്ച് ഓഫ് ചെയ്യുക. ഇവിടെ ബ്ലാങ്ക് സ്പേസ് കഴിഞ്ഞ് വന്നിരിക്കുന്നത് ദ പ്ലെയിൻ ഈസ് ടേക്കിംഗ് ഓഫ്. ദ പ്ലെയിൻ എന്നത് സബ്ജക്റ്റ് ആണ്, ഈസ് ടേക്കിംഗ് ഓഫ് എന്നുള്ളത് വെർബും ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഉപയോഗിക്കേണ്ടത് വൈൽ. ഇപ്പോൾ ഡ്യൂറിങ് ആൻഡ് വൈൽ എന്നതിൻ്റെ കൺഫ്യൂഷൻ മാറിയിട്ടുണ്ടാവുമല്ലോ.